ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടട്ടെ. ഇവിടെ ഇന്ന് സന്നിഹിതരായിരിക്കുന്ന ബഹുമാന്യരായ ആദരണീയരായ ദൈവദാസന്മാർ, സ്നേഹമുള്ള ദൈവമക്കൾ, ഈ ദേശനിവാസികളായ നല്ലവരായ ആൾക്കാർ, എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്നവനായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള എന്റെ ക്രിസ്തീയ വന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു. അതോടെ പറയട്ടെ, ഞാനും ജനിച്ചു വളർന്നത് ഒരു ക്രിസ്തീയ കുടുംബത്തിലായിരുന്നു. എന്റെ പൂർവ്വപിതാക്കന്മാർ കോട്ടയംകാരാ. എന്റെ വല്യപ്പന്റെ നാട് കോട്ടയം നീണ്ടൂരും, എന്റെ വല്യമ്മയുടെ നാട് കോട്ടയത്ത് കിടങ്ങൂരുമാണ്. അങ്ങനെ കോട്ടയംകാരായ എന്റെ പൂർവ്വപിതാക്കന്മാർ അവര് ഇവിടുന്ന് കോട്ടയത്ത് നിന്ന് ഞങ്ങളുടെ ബിഷപ്പ് ഞങ്ങൾ 72 കുടുംബക്കാരെ ഇവിടുന്ന് കാസർഗോഡേക്ക് കുടിയേറ്റ കർഷകരായി കൊണ്ടുപോകുവാനായി തീർന്നു. ആ കൂട്ടത്തിലുള്ള 2 കുടുംബങ്ങളാണ് എന്റെ അപ്പന്റെയും അമ്മയുടെയും കുടുംബങ്ങൾ. അങ്ങനെ കാസർഗോഡ് പോയി അവിടെ നല്ല ഭൂമിയൊക്കെ വെട്ടിപ്പിടിച്ചു, നല്ല നിലയിൽ അവിടെ ജീവിച്ചു വരുന്നു. അങ്ങനെ ജീവിച്ചു വരുമ്പോ എന്റെ വല്യപ്പൻ നല്ല മദ്യപാനിയായിരുന്നു. താൻ മദ്യപിച്ച് സംഭവിച്ചത്, ഒരു ദിവസം രാത്രി ഷാപ്പിലിരുന്ന് മദ്യപിച്ചിട്ട് ഞങ്ങൾ എന്റെ പിതാവിന്റെ വല്യപ്പന്റെ സ്ഥലം വിറ്റു. 2000 രൂപയ്ക്ക് സ്ഥലം വിറ്റു. ആ സ്ഥലം വിറ്റു കഴിഞ്ഞപ്പോ പിറ്റേ ദിവസം മദ്യത്തിന്റെ ലഹരിയൊക്കെ പോയപ്പോഴാണ് മനസ്സിലായത് നഷ്ടം സംഭവിച്ചല്ലോ എന്ന്. അപ്പോ എന്റെ വല്യപ്പന്റെ സഹോദരന്മാർ ആ അഡ്വാൻസ് കൊടുത്ത ആളോട് ചെന്ന് അവരോട് വഴക്കുണ്ടാക്കി. അദ്ദേഹം തിരിച്ച് ആ പൈസ കൊണ്ട് കൊടുക്കാൻ വന്നു. എന്റെ വല്യപ്പൻ പറഞ്ഞു, നീണ്ടു ചാക്കോയ്ക്ക് ഒറ്റ വാക്കേ ഉള്ളൂ, അതുകൊണ്ട് ആ കച്ചവടം മാറുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവിടുന്ന് ആ 2000 രൂപ വാങ്ങിച്ച് അവിടെ അത്യാവശ്യ കാര്യങ്ങളൊക്കെ ചെയ്ത് അവിടുന്ന് ഒരു വണ്ടി വിളിച്ച്, ഒരു കാറ് വിളിച്ച് കോട്ടയത്ത് വന്നപ്പോ പൈസ എല്ലാം തീർന്നു. 300 രൂപ ബാലൻസ് ആയി. ആ 300 രൂപ എന്റെ അപ്പനെ ഏൽപ്പിച്ചിട്ട് വല്യപ്പൻ വീട് വിട്ടു പോകാനിടയായി തീർന്നു. അപ്പോ വല്യമ്മയുണ്ട്, എന്റെ അപ്പന്റെ 5-6 സഹോദരങ്ങളുണ്ട്, എന്റെ അമ്മയുണ്ട്. അങ്ങനെ ആ ഒരു വലിയ കുടുംബത്തെ 300 രൂപയും അത്രയും വലിയ ഒരു കുടുംബത്തെയും കൂടെ എന്റെ അപ്പന്റെ കയ്യിൽ ഏൽപ്പിക്കേണ്ടതായി തീർന്നു. പ്രിയമുള്ളവരെ, അങ്ങനെ ആ അപ്പൻ പിന്നെ അങ്ങനെ ഇവിടെ ജീവിക്കാൻ പറ്റാതെ വന്നപ്പോ ആ ഏലപ്പാറയ്ക്ക് പോയി. അവിടെ ജീവിക്കാൻ പറ്റാതെ വന്നപ്പോ ഇടുക്കിക്ക് പോയി. അങ്ങനെ ഇടുക്കിയിലാണ് ഞാൻ ജനിച്ചു വളർത്തപ്പെടുവാനിടയായി തീർന്നത്. ഇടുക്കിയിൽ വെച്ചാണ് ഞാൻ ജനിക്കുന്നത്. അങ്ങനെ ഇടുക്കിയിൽ ഞാൻ ജനിക്കുമ്പോ ഞാൻ ഒരു ക്രിസ്തീയ കുടുംബത്തിലാണ് ജനിച്ചു വളർത്തപ്പെട്ടതെന്ന് ഞാൻ പറഞ്ഞല്ലോ. എനിക്ക് വളരെ കൊച്ചിലെ മുതലേ ഒരാഗ്രഹം ഉണ്ടായിരുന്നു, സ്വർഗത്തിൽ പോകണം. അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോ ഞാൻ മിക്കപ്പോഴും പള്ളിയിൽ പോകും, സ്ഥിരമായി പള്ളിയിൽ പോകും, കുർബാനയ്ക്കൊക്കെ അച്ഛന്റെ കൂടെ കൂടും. അങ്ങനെ വളരെ ഭക്തനായി തന്നെയാണ് വളർന്നു വരുന്നത്. പക്ഷേ എന്റെ വീട്ടിൽ ഒരു ദിവസം പോലും സമാധാനം ഉണ്ടായിരുന്നില്ല. എന്താണ് കാര്യം എന്നറിയാമോ? എന്റെ പിതാവ് നല്ലൊരു മദ്യപാനിയാണ്. നന്നായി മദ്യപിക്കുന്ന മനുഷ്യനായിരുന്നു എന്റെ പിതാവ്. മാത്രമല്ല എന്റെ പിതാവ് നല്ലൊരു വാറ്റുകാരനായിരുന്നു. എന്റെ അപ്പന് നന്നായി ചെയ്യാൻ അറിയാവുന്ന 2-3 പണികളിൽ ഒരു പണി നന്നായി ചാരായം വാറ്റുമായിരുന്നു എന്നുള്ളതാണ്. എല്ലാ 1-2 ദിവസങ്ങളിലും എന്റെ വീട്ടിൽ ചാരായം വാറ്റും. ചാരായം വാറ്റി എന്തിനാണ് ചാരായം വാറ്റുന്ന അറിയാമോ? വിൽക്കാനല്ല, എന്റെ അപ്പന് കുടിക്കാനാ. എല്ലാ ദിവസവും രാവിലെ കട്ടിലെന്ന് എഴുന്നേക്കുന്നത് ഒരു കുപ്പി വാറ്റി ചാരായം കുടിച്ചിട്ടാ രാവിലെ കട്ടിലെന്ന് എഴുന്നേക്കുന്നത്. അങ്ങനെ ആ കുടി അങ്ങ് ആരംഭിച്ചാൽ രാത്രി 11 മണി 12 മണി വരെ കുടിക്കും. വീട്ടിൽ കുടിക്കും, ഷാപ്പിൽ കുടിക്കും, പട്ടക്കട കുടിക്കും, എവിടെ കിട്ടിയോ അവിടെ നിന്നെല്ലാം കുടിക്കും. അവിടെ എല്ലാം കുടിച്ചിട്ട് പകല് മുഴുവൻ നാട്ടിലിറങ്ങി അടിയുണ്ടാക്കും, വഴക്കുണ്ടാക്കും, ആരെ കണ്ടാലും വഴക്കുണ്ടാക്കും. അങ്ങനെ വഴക്കുണ്ടാക്കി പകല് മുഴുവൻ അവിടെ നിൽക്കും. രാത്രി ഒരു 10-11 മണിയാകുമ്പോ എന്റെ പിതാവ് വീട്ടിലേക്ക് കയറി വരും. വീട്ടിലേക്ക് കയറി വരുമ്പോ ഞങ്ങൾക്ക് പേടിയാ. പ്രിയമുള്ളവരെ, മക്കളോട് ഭയങ്കര സ്നേഹമാ. പക്ഷെ ഞങ്ങളുടെ പിതാവ് വരുമ്പോ ഞങ്ങൾക്ക് ഭയങ്കര പേടിയാ. എന്നെ കാര്യം അറിയാമോ? 365 ദിവസവും എന്റെ വീട്ടിൽ അടിയപ്പുകളാ. രാത്രി മുഴുവൻ വീട്ടിലടിയാ. അമ്മേനെ ഉപദ്രവിക്കും. എന്റെ അപ്പനും അമ്മയും ഒരുമിച്ച് ഞങ്ങളുടെ കുടുംബത്തിൽ ആരുടെയെങ്കിലും ഒരു കല്യാണത്തിനോ മരിച്ചടക്കിനോ ഒരു കയറി താമസത്തിനോ ഒന്നും പോകുന്നത് ഞങ്ങൾ കണ്ടിട്ടില്ല. അങ്ങനെ ഒരുമിച്ച് പോയാൽ അവിടെ അടി നടക്കും. അത് പള്ളിയിലാണെങ്കിൽ പള്ളിയിൽ, പട്ടണത്തിലാണെങ്കിൽ പട്ടണത്തിൽ, എവിടെ ചെന്നാലും അപ്പനും അമ്മയും ഒരുമിച്ച് കൂടിയാൽ അവിടെ അടി നടക്കുമായിരുന്നു. എന്താ ഇങ്ങനെ അടി നടക്കുന്നത്? എന്റെ അപ്പന് ഇഷ്ടമില്ല അമ്മേനെ ഇഷ്ടമില്ലാത്തത് കൊണ്ടാ. എന്തുകൊണ്ടാണ് ഇഷ്ടമില്ലാത്തത്? എന്റെ അപ്പൻ ആഗ്രഹിക്കുന്നത് പോലെ സൗന്ദര്യമുള്ള ഒരാളായിരുന്നില്ല എന്റെ അമ്മ. പിന്നെ എന്തിനാ അമ്മയെ കെട്ടിയേ? അങ്ങനെ കെട്ടിയത് എന്തിനാന്ന് ചോദിച്ചാ എന്റെ അപ്പൻ പോയി കണ്ട് ഇഷ്ടപ്പെട്ട് കെട്ടിയതല്ല. പകരം എന്റെ വല്യപ്പന്റെ പെങ്ങളുടെ മകന് വേണ്ടി ആലോചിച്ച കല്യാണമായിരുന്നു. പെങ്ങളുടെ മകന് വേണ്ടി കല്യാണം ആലോചിച്ചു. അന്ന് എന്റെ വല്യപ്പനാണ് വല്യമ്മാവൻ. മൂത്തയമ്മാവൻ പോയി കാര്യങ്ങളൊക്കെ പറഞ്ഞു, വാക്ക് പറഞ്ഞു. അങ്ങനെ ഒത്തു കല്യാണത്തിന് പള്ളിയിൽ വന്നപ്പോ ഈ പെണ്ണിനെ കണ്ടപ്പോ ആ ചെറുക്കന് പെണ്ണിനെ താല്പര്യമായില്ല.
പക്ഷേ അവിടെ കാരണവന്മാരുടെ മുമ്പിൽ വെച്ച് ഇഷ്ടപ്പെട്ടില്ലെന്ന് പറയാൻ പറ്റിയല്ലാത്തത് കൊണ്ട് മനസ്സമ്മതമൊക്കെ കഴിഞ്ഞ് പുള്ളി വീട്ടിൽ പോയി. പിന്നെ കല്യാണത്തിന് വന്നില്ല. കല്യാണത്തിന്റെ സമയമായപ്പോ അദ്ദേഹം മുങ്ങിക്കളഞ്ഞു. അദ്ദേഹം മുങ്ങിയപ്പോ ഈ പെണ്ണിന്റെ വീട്ടുകാര് എന്റെ വല്യപ്പനോട് ചോദിച്ചു, ചാക്കോ ചേട്ടാ കല്യാണം നടക്കിയാലെന്ന് പറയുന്നത് കേട്ടല്ലോ എന്ന് പറഞ്ഞു. ഉടനെ എന്റെ വല്യപ്പൻ പറഞ്ഞു, നീണ്ടു ചാക്കോയ്ക്ക് ഒറ്റ വാക്കേ ഉള്ളൂ, പെണ്ണിനെ ഒരുക്കി കൊണ്ടുപോരാൻ പറഞ്ഞു. അങ്ങനെ അന്ന് രാവിലെ എന്റെ അപ്പനോട് കുളിച്ചിട്ട് വരാൻ പറഞ്ഞു. അപ്പൊ എന്റെ അപ്പനോർത്തു അപ്പന്റെ പെങ്ങളുടെ മോന്റെ കല്യാണമാണല്ലോ, കുളിച്ചിട്ട് വന്നു, ഒരു ജോഡി ഡ്രസ്സ് എടുത്ത് കൊടുത്തു. അവർ ചോദിച്ചു, എന്നാ ഇത് പുതിയ ഡ്രസ്സൊക്കെ എന്നെ ചോദിച്ചു. പറഞ്ഞു, ഇന്ന് നിന്റെ കല്യാണമെന്ന് പറഞ്ഞു. അങ്ങനെ എന്റെ അപ്പൻ സമ്മതിച്ചില്ല. വീട് മുതൽ പള്ളി വരെ തല്ലിക്കൊണ്ടുപോയി എന്റെ അപ്പനെ കല്യാണം കഴിപ്പിച്ചു. അങ്ങനെ കല്യാണം കഴിഞ്ഞ് വീട്ടിൽ വന്നു. 3-4 ദിവസം കഴിഞ്ഞപ്പോ പ്രിയമുള്ളവരെ, എന്റെ അമ്മയുടെ വീട്ടിൽ എന്റെ അമ്മേനെ കൊണ്ട് വിട്ടിട്ട് അപ്പൻ നാട് വിട്ടുപോയി. ഈ 4 ദിവസത്തിനകത്ത് എന്റെ അമ്മ ഒരു ഗ്ലാസ് വെള്ളം കൊണ്ട് കൊടുത്ത എന്റെ അപ്പൻ കുടിച്ചിട്ടില്ല, അത് കളഞ്ഞിട്ടേ ഉള്ളൂ. അങ്ങനെ എന്റെ അമ്മേനെ അവിടെ വീട്ടിൽ കൊണ്ട് വിട്ടിട്ട് അപ്പൻ നാട് വിട്ടുപോയി. കൊടകിൽ ഒരു മുതലാളിയുടെ ഗുണ്ടയായിട്ട് 11 വർഷം ഒരു മുതലാളിയുടെ ഗുണ്ടയായിട്ട് ജീവിച്ചു. അവിടെ വെച്ച് എന്റെ അപ്പൻ എല്ലാ തല്ലും അക്രമങ്ങളും എല്ലാം ശീലമായി. തല്ലും കൊലയൊക്കെ എന്റെ അപ്പന് ശീലമായി തീർന്നു. അങ്ങനെ നക്സലിലൊക്കെ വർക്ക് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ എന്റെ പിതാവിന് പേടിയില്ലാതെയായി. പ്രിയമുള്ളവരെ, 11 വർഷം കഴിഞ്ഞപ്പോ എന്റെ വല്യമ്മ മരിക്കാൻ കിടക്കുന്ന സ്വപ്നം കണ്ട് എന്റെ അപ്പൻ തിരിച്ചു വന്നു. തിരിച്ചു വന്നപ്പോ എന്റെ വല്യമ്മയുടെ നിർബന്ധത്തിന് എന്റെ അമ്മേനെ തിരിച്ചു കൂട്ടിക്കൊണ്ട് വന്ന് അങ്ങനെയാണ് ഞങ്ങൾ 5 മക്കൾ ഉണ്ടാകേണ്ടതായി തീർന്നു. പ്രിയമുള്ളവരെ, എന്നാൽ ഒരു ദിവസം പോലും സമാധാനത്തോടെ ഞങ്ങൾ ഒരു നേരത്തെ ആഹാരം കഴിച്ചിട്ടില്ല. അങ്ങനെ സമാധാനമില്ലാത്ത ഒരു കുടുംബം. ഞാൻ പറയാം, ഭൂമിയിൽ ഒരു നരകം ഉണ്ടെങ്കിൽ അതെന്റെ വീടായിരുന്നു. അങ്ങനെ സമാധാനമില്ലാത്തത് കൊണ്ട് തന്നെ ജീവിക്കാൻ എനിക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല. മാത്രമല്ല, എന്റെ പിതാവിന് മദ്യപാനം മാത്രമല്ല, നല്ല രാഷ്ട്രീയ പ്രവർത്തനം ഉണ്ടായിരുന്നു. ഇടുക്കിയിൽ ചെന്ന് താമസം ആരംഭിച്ചു കഴിഞ്ഞപ്പോ അവിടെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനം അവിടെ ഉണ്ടായിരുന്നില്ല. എന്റെ പിതാവാണ് ഇടുക്കിയിൽ മരിയാപുരം എന്ന് പറയുന്ന സ്ഥലത്ത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ 1ാമത്തെ കൊടി കയറ്റിയത് എന്റെ അപ്പന അവിടെ ഒരു പാർട്ടി സ്ഥാപിച്ചത്. പ്രിയമുള്ളവരെ, അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ജനിക്കുന്നത്. അങ്ങനെ ഞാൻ ജനിച്ച് കഴിഞ്ഞപ്പോ പള്ളിയിൽ ചെന്ന് അച്ഛനോട് പറഞ്ഞു, അച്ഛാ എനിക്കൊരു മോനുണ്ടായിട്ടുണ്ട്, ഞാനാ മൂത്ത മകൻ, എനിക്ക് മൂത്ത 2 പെങ്ങന്മാരാ, അങ്ങനെ മൂത്ത മകൻ ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞു. അച്ഛൻ പറഞ്ഞു, കൊണ്ടുവരെ മുക്കിത്തരാം, മാംസം മുക്കാന്നൊക്കെ പറഞ്ഞു. അങ്ങനെ 8ാമത്തെ ദിവസം എന്നെ എടുത്തോണ്ട് പള്ളിയിലേക്ക് പോയി. പതിവ് പോലെ അപ്പൻ മദ്യപിച്ചിട്ടാണ് പോകുന്നത്. അങ്ങനെ പള്ളിയിൽ ചെന്നു. പള്ളിയിൽ എന്റെ വീട്ടുകാരും എന്റെ സ്വന്തക്കാരും അപ്പനും എല്ലാം കൂടെ എന്നെ എടുത്തോണ്ട് പള്ളിയിൽ ചെന്ന് കഴിഞ്ഞപ്പോ തലേ ദിവസം മുക്കിത്തരാന്ന് പറഞ്ഞ അച്ഛൻ പിറ്റേ ദിവസം മുക്കി തരികയില്ല എന്ന് പറഞ്ഞു. എന്താണ് കാരണം എന്ന് ചോദിച്ചു. പറഞ്ഞു, പാർട്ടിയിൽ നിന്ന് രാജിവെച്ചിട്ട് വരാമെങ്കിൽ മുക്കിത്തരാന്ന് പറഞ്ഞു. അപ്പോ എന്റെ പിതാവ് പറഞ്ഞു, അങ്ങനെ രാജിവെച്ചിട്ട് മുക്കിത്തരണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ പ്രശ്നമായി. അവിടെ വെച്ച് പള്ളിയിൽ നിന്ന് അച്ഛനെ വലിച്ച് പുറത്തേ അടിച്ച് തല്ലൊക്കെ കൊടുത്തു. ലോഹയ്ക്ക് തീ വെക്കാൻ തുടങ്ങി. എന്റെ വല്യമ്മ തടഞ്ഞതുകൊണ്ട് തീയൊന്നും വെച്ചില്ല. പകരം പള്ളിമുറ്റത്തുനിന്ന് ഒരു കൊടിയൊക്കെ ഉണ്ടാക്കി മുദ്രാവാക്യം വിളിച്ച് 3 കിലോമീറ്റർ അകലെയുള്ള എന്റെ വീട്ടിലേക്ക് എന്നെയും എടുത്ത് ഇംഗിലാം വിളിച്ച് വീട്ടിൽ കൊണ്ടുചെന്നു. വീട്ടിൽ കൊണ്ടുവന്ന് കൊടികുത്തി മുദ്രാവാക്യം വിളിക്കുന്ന കേട്ടപ്പോ ഞങ്ങളുടെ നാട്ടിൽ മാമുദീസായ്ക്ക് മുദ്രാവാക്യം വിളിച്ച് ആരും കേട്ടിട്ടില്ല. അതുകൊണ്ട് നാട്ടുകാരൊക്കെ എല്ലാവരും ഓടിക്കൂടിയപ്പോ എന്റെ അപ്പന്റെ ഒരു സുഹൃത്ത്, അദ്ദേഹവും ഞങ്ങളുടെ തന്നെ ഇടവകയിലെ ഒരു ആളാ, അദ്ദേഹം എന്നെ എടുത്തു. അദ്ദേഹത്തിന്റെ പേര് പ്ലാത്തോട്ടത്തിൽ കുഞ്ഞാട്ടൻ എന്നാ. അദ്ദേഹം എന്നെ എടുത്ത് കൈപിടിച്ചു. അദ്ദേഹത്തെ കൈപിടിച്ചിട്ട് എന്റെ അപ്പനോട് ചോദിച്ചു, ചാരായിരിപ്പുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞല്ലോ, എന്റെ അപ്പൻ നല്ല മാറ്റുകാരനാണ്. എല്ലാം 1-2 ദിവസം മാറ്റും. ഇന്ന് മൂത്ത മകന്റെ മാമുദീസ ആയതുകൊണ്ട് കൂടുതൽ മാറ്റിയിട്ടുണ്ട്. അപ്പൊ എന്റെ അപ്പൻ പറഞ്ഞു, ഉണ്ടെന്ന് പറഞ്ഞു. ഒരു കുപ്പി എടുത്തോണ്ടിരാൻ പറഞ്ഞു. ഒരു കുപ്പി വാറ്റിയാരായി എടുത്തുകൊണ്ടുപോയി അദ്ദേഹത്തിന് കൈ കൊടുത്തപ്പോ വെള്ളം ചേർക്കാത്ത വാറ്റിചാരായം അദ്ദേഹം എന്റെ തലയിലൊഴിച്ച് എന്നെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ വാറ്റിചാരായത്തിൽ മാമുദീസ മുക്കി. പ്രിയമുള്ളവരെ, അങ്ങനെയായിരുന്നു എന്റെ അപ്പന്റെ സ്വഭാവം. അതായിരുന്നു എന്റെ അപ്പന്റെ ജീവിതം. അങ്ങനെ പ്രിയമുള്ളവരെ, ആർക്കും പേടിയില്ല, പേടിയില്ലാതെ എല്ലാവരോടും വഴക്കുണ്ടാക്കി, നാട് മുഴുവൻ പ്രശ്നമുണ്ടാക്കി എന്റെ അപ്പൻ ഇങ്ങനെ ഒരു മതം പൊട്ടിയ ആനയെ പോലെ നടക്കുന്ന സമയം. അങ്ങനെ എന്തിനാണ് ഇങ്ങനെ വഴക്കുണ്ടാക്കുന്ന അറിയാവോ നാട്ടുകാരോട്? എന്റെ അപ്പന് മരിക്കണം, ജീവിക്കാൻ ആഗ്രഹമില്ല, ആത്മഹത്യ ചെയ്യാൻ ഇഷ്ടമില്ല. ആത്മഹത്യ ചെയ്യുന്ന ഭീരുത്വമാണെന്ന് അറിയാവുന്നത് കൊണ്ട് ആത്മഹത്യ ചെയ്യാൻ ഇഷ്ടമില്ല. ആരെങ്കിലും കൊല്ലട്ടെന്നോർത്ത് വഴക്കുണ്ടാക്കുന്നതാ. പക്ഷേ എന്റെ അപ്പനെ ആരും ഉപദ്രവിച്ചിട്ടില്ല. ഒരു മനുഷ്യൻ എന്റെ അപ്പനെ ഉപദ്രവിക്കാറില്ല. എന്നെ കാര്യം അറിയാവോ? ഈ സൈസ് ഒരു മനുഷ്യനല്ല എന്റെ അപ്പൻ. എന്റെ 2 ഇരട്ടി 82 വയസ്സുള്ള
82 വയസ്സിലാണ് എന്റെ പിതാവ് കഴിഞ്ഞ 2-3 വർഷം മുമ്പ് മരിച്ചത്. ആ മരിക്കുന്ന സമയത്തും എന്റെ 2 ഇരട്ടി വലിപ്പമുണ്ട്. ഒരു 3-4 പേർക്കൊന്നും എന്റെ അപ്പനെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അത്രമാത്രം ആരോഗ്യമുള്ള, നല്ല കായിക ശേഷിയുള്ള, നല്ല അഭ്യാസിയായ മനുഷ്യനാ എന്റെ അപ്പൻ. അതുകൊണ്ട് എന്റെ അപ്പനെ ആരും തൊട്ടിട്ടില്ല, ആരും ഉപദ്രവിച്ചിട്ടില്ല. അങ്ങനെ ഒരു മതം പൊട്ടി ആനയെ പോലെ ജീവിക്കുന്നു. എന്റെ അപ്പനെ ആരും കൊല്ലാതെ വന്നപ്പോ അപ്പൻ തീരുമാനിച്ചു ആത്മഹത്യ ചെയ്തേക്കാം, വേറെ രക്ഷയില്ല. അങ്ങനെ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചു. 3 പ്രാവശ്യം ആത്മഹത്യക്ക് ശ്രമിച്ചു. 3 പ്രാവശ്യം ആരെങ്കിലും ഒക്കെ കണ്ടു, അവിടുന്ന് രക്ഷപ്പെട്ടു. പ്രിയമുള്ളവരെ, അങ്ങനെ അപ്പൻ തീരുമാനിച്ചു മുന്നോട്ട് എന്തായാലും ജീവിക്കുന്നില്ല, അമ്മയുടെ കൂടെ ജീവിക്കാൻ ഇഷ്ടമില്ല. അതുകൊണ്ട് അവസാനം ജീവൻ എടുക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞപ്പോ അപ്പൻ തീരുമാനിച്ചു അമ്മയെ കൊല്ലാൻ തീരുമാനിച്ചു. അമ്മയെ കൊല്ലുമ്പോ ഞങ്ങൾ അനാഥരാകും. അതിനിടയ്ക്ക് പ്രിയമുള്ളവരെ, ഞങ്ങളുടെ പള്ളിയിൽ മാറി മാറി വന്നിട്ടുള്ള നല്ലവരായ വികാരി അച്ഛൻ എന്റെ അപ്പന്റെ വീട്ടിൽ അപ്പന്റെ അടുത്ത് വന്ന് പല പ്രാവശ്യം ഉപദേശിച്ചു. കന്യാസ്ത്രീമാർ വന്ന് ഉപദേശിച്ചു, ഒത്തിരി ആൾക്കാർ ഉപദേശിച്ചു, രാഷ്ട്രീയ പ്രവർത്തകർ വന്ന് ഉപദേശിച്ചു, നാട്ടിലെ നല്ല ആൾക്കാർ ഒത്തിരി പേര് ഉപദേശിച്ചു. പക്ഷെ എന്റെ അപ്പന് ഒരു വ്യത്യാസവും ഉണ്ടായില്ല. സമാധാനമില്ലാത്ത തന്നെ ജീവിതം. അങ്ങനെ സമാധാനമില്ലാത്തത് കൊണ്ട് പ്രിയമുള്ളവർ, 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞാൻ ആത്മഹത്യ ചെയ്യാൻ ആഗ്രഹിച്ചു. എന്നെ കാര്യം അറിയാമോ? ഈ വീട്ടിൽ എന്തിനാ എങ്ങനെ ജീവിക്കുന്നത്, അതുകൊണ്ട് ചത്തേക്കാൻ ഓർത്തു. എന്റെ വീട്ടിൽ പശുവിനെ അഴിച്ചുകൊണ്ട് പോയി പശുവിന്റെ കഴുത്ത് കയറഴിച്ച് എന്റെ കഴുത്തെ കെട്ടി. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, ഞങ്ങളുടെ വീട്ടിലുള്ള ഒരു നെല്ലിമരത്തിൽ ഞാൻ കയറി, മരത്തേലും കെട്ടി കഴുത്തേലും കെട്ടി 10-20 മിനിറ്റ് അവിടെ ഇരുന്നു. ചാടിയില്ല. എന്നെ ചാടാത്തെന്നറിയാമോ? അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞാൻ ഓർക്കുന്നത്, പല ആൾക്കാരും ആത്മഹത്യയെ ശ്രമിച്ചിട്ട് ആത്മഹത്യ നടന്നിട്ടില്ല. അപ്പൊ ഞാൻ ഓർത്തു, ഞാൻ ആത്മഹത്യയെ ശ്രമിച്ചിട്ട് ഞാൻ ചത്തില്ലെങ്കിൽ ഞാൻ തൂങ്ങിക്കിടക്കുമ്പോ എന്റെ അപ്പൻ എന്നെ തല്ലിക്കൊല്ലുമെന്ന് അറിയാവുന്നത് കൊണ്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നു. വീട് വിട്ടുപോയി. 3-4 കിലോമീറ്റർ ചെന്നു. രാത്രിയായി. എവിടെ പോകണമെന്ന് എനിക്ക് അറിയത്തില്ല. അങ്ങനെ ഇരിക്കുമ്പോ ഞാൻ എന്റെ വല്യമ്മയുടെ വീട്ടിൽ പോയി മാസങ്ങളോളം അവിടെ താമസിച്ചു. പ്രിയമുള്ളവരെ, എന്നാ കാര്യം അറിയാവോ? സമാധാനമില്ല. അങ്ങനെ ഇരിക്കുമ്പോ എന്റെ അപ്പൻ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചു. എന്റെ അമ്മയെ കൊല്ലാൻ തീരുമാനിച്ചു. അമ്മയെ കൊല്ലുമ്പോ ഞങ്ങൾ അനാഥരാകാതിരിക്കാൻ ഞങ്ങളെ 4 മക്കളെയും അമ്മേനെയും കൊന്ന് കുഴിച്ചിടാൻ വീടിന്റെ മുറ്റത്ത് കുഴി കുത്തി. ഞാനിവിടെ കൂടിയാ കുഴി കുത്തുന്നത്. എനിക്കറിയത്തില്ല എന്തിനാന്ന്. ഞാനും കൂടെ കൂടി കുഴിയെല്ലാം കുത്തി. അങ്ങനെ കുഴി കുത്തി മക്കളെ, സ്വന്തം രക്തത്തിൽ പിറന്ന മക്കളെ കൊല്ലാൻ ധൈര്യം കിട്ടേണ്ടതിന് വേണ്ടി പോയി മദ്യപിക്കാൻ പോയി. മദ്യപിച്ചത് കയറി വരുമ്പോ ഞങ്ങളുടെ വീടിന് തൊട്ടടുത്തുള്ള ഒരു ഗ്രാമത്തിൽ, ഒരു വീട്ടിൽ, ഒരു അക്രൈസ്തവരുടെ വീട്ടിൽ ഒരു പ്രാർത്ഥന നടക്കുന്നു. ഞങ്ങളുടെ നാട്ടിൽ ആദ്യമായി പ്രാർത്ഥനക്കാർ വന്ന ദിവസം. പ്രിയമുള്ളവരെ, എന്റെ അപ്പനെ അദ്ദേഹം പ്രാർത്ഥനയ്ക്ക് വിളിച്ചു. ആ വീട്ടിലെ അദ്ദേഹം, ചെല്ലപ്പൻ അദ്ദേഹത്തിന്റെ പേര്, അദ്ദേഹം എന്റെ അപ്പനെ പ്രാർത്ഥനയ്ക്ക് വിളിച്ചു. പ്രാർത്ഥനയ്ക്ക് വിളിച്ചപ്പോ പ്രിയമുള്ളവരെ, എന്റെ അപ്പം പറഞ്ഞു, ഇവിടെ പ്രാർത്ഥനക്കാർ വേണ്ട. എന്നെ കാര്യം അറിയാവോ? പള്ളി അച്ഛനൊക്കെ ഉണ്ട്, വേറെ പ്രാർത്ഥനക്കാരൊന്നും വേണ്ട, അവരെ പറഞ്ഞു വിടാൻ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ വിളിച്ചിട്ട് വന്നതല്ലേ, അതുകൊണ്ട് പറഞ്ഞു വിടാൻ പറ്റിയില്ലെന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു വിടാത്തത് കൊണ്ട് എന്റെ അപ്പം തീരുമാനിച്ചു അവരെ ഓടിച്ചു വിടാം. അവരെ ഓടിച്ചു വിട്ടിട്ട് വന്ന് ഞങ്ങളെ കൊല്ലാം എന്ന് കരുതി ആ പ്രാർത്ഥന നടക്കുന്ന വീട്ടിലേക്ക് ചെന്നു. അവിടെ ചെന്നപ്പോ അവിടുത്തെ പാട്ടും ഒക്കെ കേട്ടപ്പോ ഹൃദയത്തിനൊരു സമാധാനം. പ്രിയമുള്ളവരെ, എന്റെ അപ്പനോർത്ത് പ്രാർത്ഥന കഴിയട്ടെ എന്ന് കരുതി ആ വീടിന്റെ മുറ്റത്ത് അവിടെ ഇരുന്നു. ആ വീടിന്റെ മുറ്റത്ത് അവിടെ ഇരിക്കുമ്പോ അന്ന് ദൈവവചനം സംസാരിച്ച ദൈവദാസൻ, എന്റെ അപ്പനെ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത മനുഷ്യൻ, യേശുവിനെ കുറിച്ച് വിളിച്ചു പറഞ്ഞപ്പോ, ദൈവവചനം വിളിച്ചു പറഞ്ഞപ്പോ അദ്ദേഹം അന്ന് പറഞ്ഞത് മുഴുവൻ എന്റെ അപ്പനെ കുറിച്ചായിരുന്നു. അപ്പൻ ആരും അറിയാതെ ഞങ്ങളെ കൊല്ലാനിരിക്കുന്നതും ആത്മഹത്യ ചെയ്യാനിരിക്കുന്നതും ഒക്കെ പരിശുദ്ധാത്മാവെന്ന് വെളിപ്പെടുത്തി. അപ്പോൾ പ്രിയമുള്ളവരെ, എന്റെ പിതാവ് ഓർത്തു, 3 ദിവസം പ്രാർത്ഥനയല്ലേ, ആ 3 ദിവസം പ്രാർത്ഥന കഴിഞ്ഞിട്ട് എന്ത് സംഭവിക്കാൻ അറിയാം. എന്നെ കാര്യം അറിയാം. അവിടെ എന്തിനാ പ്രാർത്ഥിക്കുന്നത് അറിയാവോ? ഞങ്ങളുടെ നാട്ടിൽ ആദ്യമായി പ്രാർത്ഥനക്കാർ വന്നതാ. അവര് പ്രാർത്ഥിക്കുന്നത്, ഈ ചെല്ലപ്പൻ എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ അമ്മ 14 വർഷമായിട്ട് തളർന്നു കിടക്കുക. എന്റെ അപ്പനോട് കൂടി ഒത്തിരി ഹോസ്പിറ്റലുകളിലും ഒത്തിരി പുണ്യസ്ഥലങ്ങളിലും ഒക്കെ കൊണ്ടുപോയിട്ട് സൗഖ്യമാകാതെ കിടക്കുന്ന ആ അമ്മ ഇവർ 3 ദിവസം പ്രാർത്ഥിച്ചാൽ സൗഖ്യമാകും എന്ന് പറഞ്ഞതാ എന്റെ അപ്പന് ഇഷ്ടപ്പെടാതെ വന്നത്. അപ്പൊ എന്റെ അപ്പൻ ഓർത്തു, എന്നാൽ ഈ ഇവിടെ എന്ത് നടക്കുമെന്ന് അറിയാം, 3 ദിവസം നോക്കാം. 3 ദിവസം നോക്കിയിട്ട് അമ്മ സൗഖ്യമാകുന്നില്ലെങ്കിൽ അവരെ തല്ലി ഓടിക്കാം, അത് കഴിഞ്ഞ് ഞങ്ങളെ കൊല്ലാം. 3 ദിവസത്തേക്ക് പ്രോഗ്രാം എല്ലാം മാറ്റി. 2ാമത്തെ ദിവസം രാവിലെ നന്നായി മദ്യപിച്ചു. 10 മണിക്കാണ് മീറ്റിംഗ് നടക്കുന്നത്. 8 മണിയായപ്പോ എന്റെ അപ്പൻ ആ പ്രാർത്ഥന സ്ഥലത്ത് ചെന്നു. ആ വീട്ടിൽ ചെന്നു. എന്തിനാ നേരത്തെ പോയെന്നറിയാമോ? മുമ്പിൽ കയറിയിരിക്കാനല്ല, അവര് വല്ല മന്ത്രവാദം വല്ലതും ചെയ്യുന്നുണ്ടോ നോക്കാൻ പോയതാ. പ്രിയമുള്ളവർ, അന്ന് 2ാമത്തെ ദിവസം ഉച്ച കഴിഞ്ഞ സെക്ഷനിൽ ആ അമ്മയിൽ, 14 വർഷമായി തളർന്നു കിടന്ന അമ്മയിൽ ഒരു ദുരാത്മാവ് ഉണ്ടായിരുന്നു. ആ ദുരാത്മാവ് ഇളകി. അവിടെ ഉണ്ടായിരുന്ന ദൈവദാസന്മാർ ആ ദുരാത്മാവിനെ യേശുവിന്റെ നാമത്തിൽ ആ ദുരാത്മാവിനെ പുറത്താക്കി. എന്താ സംഭവിച്ചെന്നറിയാവോ? 14 വർഷമായി തളർന്നു കിടന്ന അമ്മ ഒരു വടിയുടെ പോലും സഹായമില്ലാതെ എഴുന്നേറ്റ് നടക്കുന്ന
നടക്കുന്നത് അന്ന് ഞങ്ങൾ കണ്ടു. പ്രിയമുള്ളവരെ, യേശുവിന്റെ നാമം പറഞ്ഞപ്പോ ആ അമ്മ എഴുന്നേറ്റ് നടക്കുന്നത് ഞങ്ങൾ കണ്ടു. അന്ന് രാത്രി ആ ദൈവദാസന്റെ പിതാവിനോട് പറഞ്ഞു, ഈ യേശുവിനെ ഹൃദയത്തിലേക്ക് സ്വീകരിച്ചാൽ യേശു സമാധാനം തരുമെന്ന് പറഞ്ഞു. അന്ന് രാത്രി 40 വർഷം മുമ്പ് ആ രാത്രിയിൽ എന്റെ പിതാവ് യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചു. യേശുവേ, അങ്ങന്റെ കർത്താവാണെന്ന് പറഞ്ഞു. പ്രിയമുള്ളവരെ, എന്താ സംഭവിച്ചെന്നറിയാവോ? ആർക്കും മരിക്കാനൊക്കാതിരുന്ന, ആർക്കും നന്നാക്കാനൊക്കാതിരുന്ന എന്റെ അപ്പൻ അന്ന് ഒരു കുഞ്ഞാടായി മാറാനിടയായി തീർന്നു. പ്രിയമുള്ളവരെ, എന്റെ അപ്പൻ പറ്റുബുക്ക് വെച്ച് മരുന്ന് മേടിക്കുന്നയാളായിരുന്നു. എല്ലാ ദിവസവും മരുന്ന് വേണം. അവിടുത്തെ ഡിസ്പെൻസറിയിൽ നിന്ന് പറ്റുബുക്ക് വെച്ച് മരുന്ന് മേടിക്കുന്നയാളായിരുന്നു. യേശുവിനെ സ്വീകരിച്ച അന്ന് രാത്രി എന്റെ പിതാവിന്റെ തലവേദന മാറി. പിന്നെ മരുന്ന് മേടിക്കേണ്ടി വന്നിട്ടില്ല. സമാധാനമുണ്ട്. 14ാമത്തെ വയസ്സിൽ ആരംഭിച്ച മദ്യപാനവും പുകവലിയും അന്ന് രാത്രി നിന്നുപോയി. ആരും നിർത്താൻ പറഞ്ഞില്ല. യേശുവേ, നീ എന്റെ കർത്താവാന്ന് പറഞ്ഞപ്പോ എന്റെ പിതാവിന്റെ മദ്യപാനം നിന്നുപോയി, എന്റെ പിതാവിന്റെ തലവേദന നിന്നുപോയി. എന്റെ മാതാവിന് നല്ലൊരു ഭർത്താവിനെ കിട്ടി, ഞങ്ങൾക്ക് നല്ലൊരു പിതാവിനെ കിട്ടി. ഒരു നല്ല മനുഷ്യനാക്കി എന്റെ അപ്പനെ മാറ്റിയ യേശുവിനെയാ ഞങ്ങളോട് വിളിച്ചു പറയുന്നത്. പ്രിയമുള്ളവരെ, ആ യേശു കർത്താവ് ഞങ്ങളുടെ കുടുംബത്തിലേക്ക് വന്നപ്പോ ഞങ്ങളുടെ സാഹചര്യങ്ങൾ മാറി. എന്റെ അനിയൻ, ഏറ്റവും ഇളയ അനിയൻ, അവന്റെ ഹൃദയത്തിന്റെ വാൽവ് ചുരുങ്ങി. അവൻ ശ്രീധര മെഡിക്കൽ കോളേജിൽ 1993 അവനെ കൊണ്ടുപോയി പരിശോധിച്ചപ്പോ അവിടെ ഡോക്ടർ പരിശോധിച്ചിട്ട് പറഞ്ഞത് വാൽവ് മാറ്റി വെക്കണം. 5 വർഷത്തെ ബുക്കിംഗ്, 98 വരെ ജീവിച്ചിരിക്കുവാണെങ്കിൽ 98 മാറ്റിവെക്കാന്ന് പറഞ്ഞു. ഞങ്ങൾ ബുക്ക് ചെയ്തിട്ട് പോന്നു. പക്ഷേ ഞങ്ങൾക്കറിയാം അത്ര ജീവിക്കുകയല്ലെന്ന്. 10 മീറ്റർ അവൻ നടക്കുകയല്ല, അവന് ശ്വാസം മുട്ടും, പനി വരും. അങ്ങനെയായിരുന്നു. പ്രിയമുള്ളവരെ, 94 എന്റെ മൂത്ത പെങ്ങൾ അങ്ങനെ തന്നെ മരിച്ചു. ഹൃദയത്തിന്റെ വാൽവ് ചുരുങ്ങി എന്റെ മൂത്ത പെങ്ങൾ മരിച്ചു. 95 ആയപ്പോ എന്റെ അനിയനും ആ പെങ്ങൾ മരിച്ച സാഹചര്യത്തിലേക്ക് എത്തി. അങ്ങനെ ആ പെങ്ങൾ മരിച്ചതുപോലെ എന്റെ അനിയനും ആ ഒരു മരണത്തോട് മല്ലടിക്കുന്ന സമയമായി. പ്രിയമുള്ളവർ, അങ്ങനെ ഇരിക്കുമ്പോ ഒരു ദിവസം ചെറുതോണി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ഹോട്ടലിൽ വെച്ച് ഒരു ദൈവദാസൻ എന്റെ അനിയന്റെ ചങ്കത്ത് കൈവച്ച് യേശുവിന്റെ നാമത്തിൽ ഒന്ന് പ്രാർത്ഥിച്ചു. അതിനുശേഷം ഇന്നുവരെ ഒരു മരുന്നും കഴിക്കേണ്ടി വന്നിട്ടില്ല. അവന്റെ ഹൃദയത്തിന്റെ വാല് മാറ്റിവെച്ചില്ല. അവൻ ഇന്ന് തിരുവനന്തപുരത്ത്, അവന് തിരുവനന്തപുരത്തും കൊല്ലത്തും 2 ഓഫീസിന്റെ മാനേജരായി ജോലി ചെയ്യുന്നു. വിവാഹം കഴിച്ചു, 2 കുട്ടികളുണ്ട്. അവന് ഓടും, ചാടും, ജിമ്മി കളിക്കും, വണ്ടി ഓടിക്കും, ഒരു കുഴപ്പമില്ല. പൂർണ്ണ ആരോഗ്യത്തോടെ അവൻ ജീവിക്കുന്നു. എന്നെ കാര്യം അറിയാമോ? എന്റെ യേശു എന്റെ അനിയന് നല്ലൊരു ഹൃദയം കൊടുത്തു, നല്ലൊരു ഹൃദയം സൃഷ്ടിച്ചു കൊടുത്തു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഞങ്ങൾ യേശുവിനെ വിളിച്ചു പറയുന്നത്. ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾ ഏത് ഹോസ്പിറ്റലിൽ പോയിട്ടും സൗഖ്യമാകാതിരിക്കുന്നയാളാണോ? ഇന്ന് ആ യേശുവിനെ വിളിച്ചാൽ യേശു കർത്താവ് സൗഖ്യമാക്കും. തീർന്നില്ല, വളരെ പെട്ടെന്ന് സമയം മുന്നോട്ട് പോകുന്നല്ലോ. വളരെ പെട്ടെന്ന് 1-2 കാര്യം കൂടെ ഞാൻ ഓർപ്പിക്കട്ടെ. പ്രിയമുള്ളവരെ, 2003 ജനുവരി മാസം 10-ാം തീയതി ഇടുക്കിയിൽ വെച്ച് എനിക്ക് റോഡ് ആക്സിഡന്റ് ഉണ്ടായി. എന്റെ തലയ്ക്ക് 8 പൊട്ടൽ, തലച്ചോറിനകത്ത് മുഴുവൻ ബ്ലഡായി. അങ്ങനെ ഇടുക്കി ജില്ലാ ആശുപത്രിയിൽ ഞാൻ ഏകദേശം അരമണിക്കൂറിലധികം ആ റോട്ടിൽ കടന്നു. എന്റെ അയലോക്കംകാർ കണ്ടു, എടുത്തില്ല. എന്റെ കൂടെ പഠിച്ചവർ കണ്ടു, എടുത്തില്ല. കൂടെ പഠിച്ച ഒരു കൂട്ടുകാരൻ ഇപ്പോഴും എന്നോട് പറയും, നീനെ എടുക്കാതിരുന്നത് നീ ചത്തുപോകുന്ന ഓർത്തിട്ടാ, ചത്തുപോയാൽ പിന്നെ അതിന്റെ പുറകെ നടക്കണമല്ലോ എന്നോർത്തിട്ട് എടുക്കാൻ എന്ന് പറഞ്ഞു. അവിടെ ഉണ്ടായിരുന്ന ഒരു കടലക്കച്ചവടക്കാരനും ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറും കൂടെ എന്നെ എടുത്ത് ജില്ലാ ആശുപത്രി കൊണ്ടുപോയി. അവിടുന്ന് ഡോക്ടർമാർ എന്നെ ഉപേക്ഷിച്ചു. അവിടുന്ന് ആംബുലൻസ് ഒക്കെ കൊടുത്ത് ഗ്ലൂക്കോസ് ഒക്കെ കുത്തി എന്നെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് വിട്ടു. കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് വരുന്ന വഴിക്ക് 4 പ്രാവശ്യം ആംബുലൻസ് തിരിച്ചു. എന്തിനാ അറിയാവോ? ഞാൻ മരിച്ചെന്ന് കരുതി. പിന്നെ അനക്കമൊക്കെ കണ്ട് മെഡിക്കൽ കോളേജിൽ കൊണ്ടുവന്നു. അന്ന് ആ 2003 ജനുവരി മാസം 10-ാം തീയതി കോട്ടയം മെഡിക്കൽ കോളേജിലെ ന്യൂറോ പ്രൊഫസർ എന്റെ തല സ്കാൻ ചെയ്തിട്ട് പറഞ്ഞു, ഇനി ഇവൻ ജീവിക്കുകയില്ല, ഇനി ഇവനെ രക്ഷിക്കാൻ മെഡിക്കൽ സയൻസ് കഴിയുകയില്ല, ഈ 3 മണിക്കൂറിനകത്ത് ആൾ മരിച്ചു പോകുമെന്ന് പറഞ്ഞു. പ്രിയമുള്ളവരെ, 6 മണിക്കൂർ ഞാൻ ആ കാഷ്വാലിറ്റി കടന്നു. ഡോക്ടർമാർ എനിക്ക് വേണ്ടി ഒന്നും ചെയ്തില്ല. ആ സമയത്ത് ഈ വാർത്ത എന്റെ നാട്ടിലെത്തി, 3 മണിക്കൂറിനകത്ത് മരിച്ചു പോകും എന്ന വാർത്ത എന്റെ നാട്ടിലെത്തി. ഞാൻ മരിക്കുന്നത് എന്റെ അപ്പന്റെ പെങ്ങളുടെ മകൻ മരിച്ചിട്ട് അവനെ കുളിപ്പിച്ച് കിടത്തുമ്പോൾ ഇടാനുള്ള ഉടുപ്പും ഷർട്ടും മുണ്ടും മേടിച്ചുകൊണ്ട് പോകുമ്പോഴാണ് ഞാൻ വീഴുന്നത്. അവന്റെ ശവടക്ക് കഴിഞ്ഞ് ആ പന്തലും കസേരയും എന്റെ വീട്ടിലേക്ക് കൊണ്ടിരിക്കുക. എന്തിനറിയാമോ? എന്റെ ശവടക്കിന് വേണ്ടി. ഞാൻ അന്ന് ആ ദിവസങ്ങളിൽ ഞാൻ താമസിച്ചുകൊണ്ടിരുന്ന അടിമാലിക്കാർ എന്റെ ശവടക്കിന് വേണ്ടി വരാൻ വേണ്ടി 3 വണ്ടി ബുക്ക് ചെയ്തു. അങ്ങനെ ശവടക്കിന്റെ കാര്യങ്ങളെല്ലാം അവിടെ ക്രമീകരിക്കുന്നു. 6 മണിക്കൂറായിട്ടും മെഡിക്കൽ കോളേജിൽ എന്നെ ഒന്നും ചികിത്സിക്കുന്നില്ല. എന്റെ അളിയൻ എന്നെ അവിടുന്ന് എടുത്ത് സെഞ്ചുറി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂര് മുളക്കുഴയിലുള്ള സെഞ്ചുറി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. എന്തിനാ അവിടെ കൊണ്ടുപോയെന്ന് അറിയാമോ? അവിടെ ആ സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും നല്ല ന്യൂറോ സർജൻ അന്നുണ്ടായിരുന്നത്
സുനിലം വർഗീസ്, അദ്ദേഹത്തിന്റെ അടുത്ത് കൊണ്ടുപോയി. അദ്ദേഹം സ്കാൻ ചെയ്തു. അദ്ദേഹം പറഞ്ഞു രക്ഷപ്പെടാൻ ഒരു സാധ്യതയില്ല. അവർ പ്രൈവറ്റ് ആശുപത്രിക്കാരായതുകൊണ്ട് എന്നെ ICU കയറ്റി ഓക്സിജൻ ഒക്കെ തന്ന് കിടത്തി. 10 ദിവസം ഒരു ബോധവുമില്ല. 10 ദിവസം കഴിഞ്ഞപ്പോ ഇടയ്ക്ക് ബോധം തെളിയാൻ തുടങ്ങി. ആ സമയത്ത് ഡോക്ടർ എന്റെ അപ്പനോട് പറഞ്ഞു, തല തുറന്ന് തലച്ചോറ് കഴുകി വെച്ചാൽ ചിലപ്പോൾ ജീവിക്കുമായിരിക്കും, പക്ഷെ ഇനി ഒരിക്കലും ഓർമ്മയുണ്ടായിരിക്കുകയില്ല, മന്ദബുദ്ധി ആയിരിക്കും എന്ന് പറഞ്ഞു. അന്ന് എന്റെ അപ്പൻ പറഞ്ഞു ചെയ്തോ, ഓപ്പറേഷൻ ചെയ്യാൻ പറഞ്ഞു. 60,000 രൂപ കെട്ടിവെക്കണം. പൈസ ഇല്ലാത്തത് കൊണ്ട് എന്റെ അപ്പൻ നാട്ടിലേക്ക് പോന്നു. ഞങ്ങളുടെ ആധാരമൊക്കെ പണയം വെച്ച് ബ്ലേഡിൽ നിന്ന് പൈസ എടുക്കാൻ വന്നതാ. ആ സമയത്ത് ഒരു സുവിശേഷകൻ എന്റെ അടുത്ത് വന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, എന്നോട് യേശുവിനെ പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, യേശു നിന്നെ സൗഖ്യമാക്കി, നിന്റെ തലയിൽ ഓപ്പറേഷൻ ചെയ്യല, യേശു കർത്താവ് നിന്നെ സൗഖ്യമാക്കി എന്ന് പറഞ്ഞു. ഒരിക്കലും വ്യത്യാസം വന്നില്ല. ഞാൻ അങ്ങനെ തന്നെ കിടന്നു. 3 ദിവസം കഴിഞ്ഞപ്പോ ഡോക്ടർ പറഞ്ഞു, വളഞ്ഞു കിടക്ക്, നട്ടല് തുറച്ച് ട്യൂബ് ഇടണം. എന്റെ തലയോട്ടി പൊട്ടിയിട്ട് തലച്ചോറിനകത്ത് ഫ്ലൂയിഡ് മൂക്കിക്കൂടെ വരുന്നുണ്ട്. അപ്പൊ അത് നട്ടലിൽ കൂടെ വിട്ടിട്ട് വേണം പിറ്റേ ദിവസം എന്നെ ഓപ്പറേഷൻ ചെയ്യാൻ. അപ്പൊ ഞാൻ ഈ ദൈവദാസൻ പറഞ്ഞ കാര്യം ഞാൻ ഓർത്തു, എന്നെ കർത്താവ് സൗഖ്യമാക്കും എന്ന് പറഞ്ഞ കാര്യം ഞാൻ ഓർത്തു. ഞാൻ ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടറെ എന്നെ ഓപ്പറേഷൻ ചെയ്യേണ്ട, എനിക്ക് വേണ്ടി ഒത്തിരി ആൾക്കാർ പ്രാർത്ഥിക്കുന്നുണ്ട്, യേശു എന്നെ സൗഖ്യമാക്കും എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ കൃത്രിമ ഓക്സിജൻ ഞാൻ ശ്വസിക്കുന്നത്. എന്റെ കയ്യിൽ ഗ്ലൂക്കോസ് കുത്തിയിട്ടുണ്ട്, വലത് കൈ തളർന്നുപോയി, ഇടത് കൈയിൽ ഗ്ലൂക്കോസ് കുത്തിയിട്ടിട്ടുണ്ട്. അങ്ങനെ കണ്ണൊക്കെ പുറത്തേക്ക് തള്ളിയിരിപ്പുണ്ട്, മുഖമെല്ലാം കറുത്തിരിക്കുക. ആ ഡോക്ടറോട് ഞാൻ വീണ്ടും വീണ്ടും പറഞ്ഞു, ഞാൻ എഴുന്നേക്കാം, യേശു എന്നെ സൗഖ്യമാക്കും എന്ന് പറഞ്ഞു. അപ്പൊ ഡോക്ടറിനോട് പറഞ്ഞു, ഞാൻ 25 വർഷമായിട്ട് ചെയ്യുന്ന പണിയായത്, അങ്ങനെ പ്രാർത്ഥിച്ചെന്നൊന്നും സൗഖ്യമാകിയല്ല, പ്രാർത്ഥിച്ചാൽ ചിലപ്പം ഓപ്പറേഷൻ സക്സസ് ആകുമായിരിക്കും എന്ന് പറഞ്ഞു. ഞാൻ വീണ്ടും പറഞ്ഞു, യേശു എന്നെ സൗഖ്യമാക്കും, ഞാൻ എഴുന്നേക്കാന്ന് പറഞ്ഞു. അങ്ങനെ പല ആവർത്തി പറഞ്ഞപ്പോ ഡോക്ടർ പറഞ്ഞു, നിങ്ങളുടെ വിശ്വാസമല്ലേ, എഴുന്നേക്കാൻ പറഞ്ഞു. ഞാൻ യേശുവെ എന്ന് വിളിച്ച് എഴുന്നേറ്റ ആ സമയം, പ്രിയമുള്ളവരെ, എന്റെ മൂക്കിലെ 2 തുള അടഞ്ഞുപോയി. പിന്നെ എന്റെ മൂക്കിന് ഫ്ലൂഡ് വന്നില്ല. ഡോക്ടർ കുറച്ച് ടോർച്ചൊക്കെ അടിച്ചു നോക്കി, ഫ്ലൂഡ് വരുന്നില്ല. ഡോക്ടർ പോയിച്ച് പറഞ്ഞു രാവിലെ വരാം. പിറ്റേ ദിവസം രാവിലെ എന്റെ ഓപ്പറേഷനാ. അന്ന് രാവിലെ വന്നു, അവിടെ എല്ലാം പിടിച്ച് എന്നെ നടത്തി, അതിലെല്ലാം പിടിച്ച് നടത്തി നോക്കി. അപ്പോഴും കൃത്രിമ ഓക്സിജൻ എന്റെ മുകളിൽ ഇരിക്കുന്നത്, എന്റെ മൂക്കിന് ഫ്ലൂഡ് വരുന്നില്ല. ഡോക്ടറിന്റെ ചാർത്തെടുത്ത് എന്നെ ഡിസ്ചാർജ് ചെയ്തു. പ്രിയമുള്ളവരെ, ഞാൻ ഡോക്ടറെ ചോദിച്ചു, ഡോക്ടറെ എന്റെ മൂക്കിൽ ഇപ്പോഴും ഓക്സിജൻ ട്യൂബ് ഇരിക്കുന്നത്, എന്റെ കൈ തളർന്നു കിടക്കുക, എന്റെ കണ്ണ് പുറത്തേക്ക് തള്ളിയിരിക്കുക, എന്റെ മുഖമെല്ലാം കറുത്തിരിക്കുക, മേല് മുഴുവൻ നീര് വെച്ച് കിടക്കുക, ഇപ്പൊ എന്നെ ഡിസ്ചാർജ് ചെയ്ത് തന്നെ ആവുമെന്ന് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇതായിരുന്നു ഏറ്റവും വലിയ കാര്യം. അത് യേശുവിന് സൗഖ്യമാക്കാമെങ്കിൽ ബാക്കിയും യേശു സൗഖ്യമാക്കും. ബൈബിളിൽ എഴുതിയിരിക്കുന്നത് കിടക്കെടുത്ത് നടക്കാനല്ലേ, പൊയ്ക്കോളാൻ പറഞ്ഞു. എന്റെ അപ്പൻ എന്നെ ഓപ്പറേഷൻ ചെയ്യാൻ പൈസയായിട്ട് വരുമ്പോ എന്നെ ഡിസ്ചാർജ് ചെയ്ത് നിർത്തിയേക്കുക. എന്നെ വണ്ടിയിലോട്ട് കയറ്റുമ്പോ സെഞ്ചുറി ഹോസ്പിറ്റലിലെ മുഴുവൻ സ്റ്റാഫും ഒരു എക്സിബിഷൻ കാണാൻ വരുന്നത് പോലെ എന്നെ വന്ന് കണ്ടേച്ചു പോയി. പ്രിയമുള്ളവരെ, ഞാൻ അടിമാലിക്ക് പോയി. 10-15 ദിവസം കഴിഞ്ഞപ്പോ കർത്താവിന്റെ കൈക്കും ബലം തന്നു. യേശു എന്നെ സൗഖ്യമാക്കി. തീർന്നില്ല. 2005 ആയപ്പോ 10 വർഷം മുമ്പ് എന്റെ പുറത്തൊരു മുഴയുണ്ടായിരുന്നു. ആ പല ഡോക്ടർമാരെ കാണിച്ചതാ, കുഴപ്പമില്ലെന്നൊക്കെ പറഞ്ഞതാ. പക്ഷേ 2005 നല്ല വേദനയായി. എന്റെ അളിയൻ എന്നെ കോട്ടയം മെഡിക്കൽ കോളേജിൽ കൊണ്ടുവന്നു. എന്റെ ഡോക്ടർ എന്നെ കുത്തിയെടുത്തു, ബയോപ്സി ചെയ്തു. പിറ്റേ ആഴ്ച എനിക്ക് റിസൾട്ട് വന്നു, ക്യാൻസറാ, കൂടിപ്പോയി, അത് ഓപ്പറേഷൻ ചെയ്യണം, റേഡിയേഷൻ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. ഞാൻ കോട്ടയം KSRTC ബസ് സ്റ്റാൻഡിൽ നിന്ന് ഒരു സൂപ്പർ ഫാസ്റ്റിന്റെ പുറകിൽ കയറിയിരുന്നു. ആ പുറകിലത്തെ സീറ്റൊക്കെ കയറി ഇരുന്നിട്ട് മൂവാറ്റുപുഴ വരെ ഞാൻ കാറി, വാവിട്ട് കാറി. എന്നെ കാര്യം അറിയാവോ, എനിക്ക് 2 കുഞ്ഞുങ്ങളുണ്ട്. ആ കുഞ്ഞുങ്ങൾ മൂത്തയാൾക്ക് 4 വയസ്സ് പ്രായമായിട്ടുള്ളൂ. ഞാൻ ഓർത്ത്, കർത്താവേ, എന്റെ കുഞ്ഞുങ്ങൾ എന്നായി തീരും, ഞാൻ മരിച്ചു പോകും. കാര്യം എന്റെ അമ്മാവൻ, എനിക്കൊരു അമ്മാവനേ ഉള്ളൂ. ആ അമ്മാവൻ മരിച്ചു പോയത് അങ്ങനെയാ, ക്യാൻസർ വന്ന പോകുന്നിടത്തെല്ലാം പോയി, കൊണ്ടുപോകുന്നിടത്തൊക്കെ കൊണ്ടുവന്നു, എന്നിട്ടൊന്നും സൗഖ്യമാകാതെ അങ്ങനെയാ മരിച്ചത്. ഞാൻ ആ കാര്യം ഓർത്തു, കർത്താവ്, ഞാൻ ഇങ്ങനെ ക്യാൻസർ വന്ന് മരിച്ചാൽ എന്റെ പിള്ളേർ എന്നായി തീരും, അവരുടെ കാര്യം എന്നായി തീരും ഓർത്ത് ഞാൻ കാറി ഒത്തിരി കരഞ്ഞു. പ്രിയമുള്ളവരെ, എന്റെ അനിയൻ എന്നോട് പറഞ്ഞു, തിരുവനന്തപുരത്തുള്ള അനിയനോട് പറഞ്ഞു, കോട്ടയത്ത് ചെയ്യണ്ട, RCC ചെയ്യാം. അങ്ങനെ ഇവിടുന്ന് കോട്ടയം മെഡിക്കൽ കോളേജിൽ കത്തും റിസൾട്ടും ഒക്കെ വാങ്ങിച്ച് ഞാൻ RCCയിലേക്ക് പോകുക. RCCയിലേക്ക് പോകുന്ന വഴിക്ക് എന്റെ മൊബൈൽ ചാർജ് ചെയ്യാൻ മറന്നുപോയി. അന്ന് എനിക്കുണ്ടായിരുന്ന ചെറിയൊരു മൊബൈലിന്റെ സെറ്റ്, മെട്രോയുടെ ഒരു സെറ്റ്. ആ സെറ്റ് അതുപോലെ തന്നെ സെയിം ഒരു സെറ്റുള്ള ഒരു ദൈവദാസനേക്ക് തിരുവില്ലയിൽ അറിയാം. ഫോൺ ചാർജ് ചെയ്യാൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ കയറിയതാ. അപ്പൊ ഞാൻ ഈ കാര്യം പറഞ്ഞു. അദ്ദേഹം ആ മൊബൈൽ ചാർജ് ചെയ്യുന്ന സമയത്ത് എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചു. എന്നിട്ട് അദ്ദേഹത്തിന്റെ കാറിൽ എന്നെ റെയിൽവേ സ്റ്റേഷനിലേക്ക് വിടുന്ന സമയത്ത് പറഞ്ഞു, യേശു നിന്നെ സൗഖ്യമാക്കി, നിന്റെ ക്യാൻസർ മാറി, ഇനി നിന്നെ ഓപ്പറേഷൻ ചെയ്യലെന്ന് പറഞ്ഞു. ഞാൻ RCC പോയി കോട്ടയം മെഡിക്കൽ കോളേജിലെ ആ റിപ്പോർട്ട് കൊണ്ട് കൊടുത്തു, കത്ത് കൊണ്ട് കൊടുത്തു. അവർ പറഞ്ഞു, ഒന്നുകൂടെ പരിശോധിച്ചിട്ട് പറയാം, എപ്പോഴാണ് എടുക്കേണ്ടതെന്ന് പറയാമെന്ന് പറഞ്ഞു. അവർ വീണ്ടും പരിശോധിച്ചു. അതിന്റെ റിസൾട്ട് വന്നപ്പോ ഡോക്ടറിനോട് പറഞ്ഞു, നിങ്ങൾക്ക് ക്യാൻസർ ഇല്ല, വീട്ടിൽ പോയിക്കൊള്ളാൻ പറഞ്ഞു. പ്രിയമുള്ളവരെ, ഒരു നേരത്തെ മരുന്ന് ക്യാൻസറിന് വേണ്ടി കഴിക്കാതെ യേശു എന്നെ സൗഖ്യമാക്കി. നിങ്ങളൊരു ക്യാൻസർ രോഗിയാണോ? പ്രിയമുള്ളവർ, ഇന്ന് പരിശുദ്ധാത്മാവ് നേരത്തെ ഓർപ്പിച്ചല്ലോ, വായിൽ ക്യാൻസർ ഉള്ള ആരെയോ കർത്താവ് സൗഖ്യമാക്കുമെന്ന് പറഞ്ഞല്ലോ. ഞാൻ പ്രിയമുള്ളവരെ, കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്ന് ഒരു ക്യാൻസർ രോഗിയാണെന്ന് പറഞ്ഞ് എന്നെ റേഡിയേഷൻ ചെയ്യാനും ഓപ്പറേഷൻ ചെയ്യാനും ഡേറ്റ് തന്നതാ. എന്നാൽ ഒരു റേഡിയേഷൻ ചെയ്യാതെ, ഒരു നേരത്തെ മരുന്ന് കഴിക്കാതെ സൗഖ്യമാക്കിയ ഒരു യേശുവിനെ എനിക്കറിയാം. ആ യേശു
യേശു ഇന്ന് പകലും ഇന്ന് വൈകുന്നേരം ഇവിടെയുണ്ട്. ആ യേശു നിങ്ങളെ സൗഖ്യമാക്കാൻ ആഗ്രഹിക്കുന്നു. കർത്താവ് നിങ്ങളെ വിടുവിക്കും. പ്രിയമുള്ളവരെ, തീർന്നില്ല. 2014 എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഒരു വണ്ടി ആക്സിഡന്റ് ഉണ്ടാകുന്നു. ഞാൻ തൊടുപുഴയുള്ള ഹോസ്പിറ്റലിൽ പോയി. അവിടുന്ന് എന്നോട് പറഞ്ഞു കോട്ടയം മെഡിക്കൽ കോളേജിൽ പോകാൻ പറഞ്ഞു. അവിടെ പോയി ന്യൂറോ പ്രൊഫസറെ കണ്ടു. ന്യൂറോ പ്രൊഫസറിന്റെ തലയെല്ലാം സ്കാൻ ചെയ്തു. പിന്നെ ഡോക്ടർ എന്നോട് പറഞ്ഞു ഗ്യാസ്ട്രോയെ കാണാൻ പറഞ്ഞു. ഗ്യാസ്ട്രോ എന്റെ വയറും എന്റെ ശരീരമെല്ലാം സ്കാൻ ചെയ്തു. എന്നൊക്കെ ചെയ്യാവോ അത്രയും സ്കാനിങ് മുഴുവൻ ചെയ്തു. എന്നിട്ട് അവരെന്നോട് പറഞ്ഞു നിങ്ങൾക്ക് ഫിക്സ് ആണ്. സാധാരണ നമ്മൾ ഫിക്സ് വരുമ്പോൾ നിലത്ത് വീട് കിടന്ന് ഉരുളും. പക്ഷെ ഈ ഫിക്സ് അങ്ങനെയല്ല. ഒരു 1/2 മിനിറ്റ് നേരത്തേക്കുള്ളൂ. 1/2 മിനിറ്റ് നേരത്തേക്ക് ഉണ്ടാകുന്ന ഒരു ഫിക്സ്. ആ ഫിക്സ് ഉണ്ടായി കഴിയുമ്പോൾ ആ സമയം എനിക്ക് അറിയത്തില്ല. അപ്പോൾ ഞാൻ വണ്ടി ഓടിക്കുമ്പോൾ അങ്ങനെ ആക്സിഡന്റ് ഉണ്ടാകുന്നത്. അങ്ങനെ ഡോക്ടറോട് പറഞ്ഞു ജീവിതകാലം മുഴുവൻ ഫിക്സിന് മരുന്ന് കഴിക്കണം എന്ന് പറഞ്ഞു. കുഴപ്പമില്ല. ഞാനൊരു 1.5 മാസത്തേക്കുള്ള മരുന്നൊക്കെ മേടിച്ച് കോട്ടയത്ത് നിന്ന് ഞാൻ തൊടുപുഴയ്ക്ക് യാത്രയായി. അവിടെ പോയി അന്ന് ഡോക്ടർ പറഞ്ഞു 20 ദിവസം മരുന്ന് കഴിച്ചിട്ട് തിരിച്ചു തരണമെന്ന് പറഞ്ഞു. ഞാൻ 20 ദിവസം മരുന്ന് കഴിച്ചു, തിരിച്ചു തന്നു. ആ 20 ദിവസം മരുന്ന് കഴിച്ചപ്പോൾ എനിക്ക് എഴുന്നേക്കാൻ പറ്റുന്നില്ല. രാവിലെ എനിക്ക് എഴുന്നേക്കാൻ പറ്റുന്നില്ല. എന്റെ ഭാര്യ വന്ന് 8 മണിയാകുമ്പോൾ ഇട്ട് ഉരുട്ടണം. രാവിലെ 4:30 എഴുന്നേറ്റ് ഉരുന്നതാ. 8 മണിയാകുമ്പോൾ ഇട്ട് ഉരുട്ടിയാലും ഞാൻ എഴുന്നേക്കില്ല. അതുപോലെ ക്ഷീണമായി. അപ്പൊ ഞാൻ ഡോക്ടർ പറഞ്ഞു ഡോക്ടറെ ഇതിന് ഡോസ് ഒന്ന് കുറച്ച് തരാമോ? ഉടനെ ഡോക്ടറിനോട് പറഞ്ഞു 3 വർഷം ഈ സെയിം ഡോസ് കഴിക്കണം. അത് കഴിയുമ്പോൾ പരിശോധിച്ചിട്ട് പറയാം കുറയ്ക്കണോ കൂട്ടണോ എന്ന് പറയാം. ജീവിതകാലം മുഴുവൻ മരുന്ന് കഴിക്കണം എന്ന് പറഞ്ഞു. ഡോക്ടർ പറഞ്ഞതല്ലേ മരുന്ന് കഴിക്കാൻ ഞാൻ തയ്യാറായി. അങ്ങനെ മരുന്ന് കഴിക്കാൻ തയ്യാറായി. ഡോക്ടർ ഉടനെ എന്നോട് ഒരു കാര്യം കൂടെ പറഞ്ഞു ഇനി മേലെ വണ്ടി ഓടിക്കരുത്. ഇന്ന് തന്നെ ഡ്രൈവിംഗ് ലൈസൻസ് കൊണ്ടുപോയി സറണ്ടർ ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഡോക്ടറെ ഞാനൊരു സുവിശേഷകനാ, എനിക്ക് വീടുകളിൽ പോകണം, പ്രാർത്ഥിക്കണം. അപ്പോ എനിക്ക് വണ്ടി ഓടിക്കാതെ പറ്റിയല്ല. എന്നോട് പറഞ്ഞു ഡ്രൈവറെ വെച്ച് പോകാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു അതിനുള്ള സാമ്പത്തിക സെറ്റപ്പ് ഒന്നും ഇല്ല എന്ന് പറഞ്ഞു. പ്രിയമുള്ളവരെ, ആ ഡോക്ടർക്ക് അത് ഇഷ്ടപ്പെടില്ല. ഡോക്ടറോട് പറഞ്ഞു ബസ്സിന് പോകാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു അങ്ങനെ പോയാൽ എനിക്ക് പലപ്പോഴും വീട്ടിലെത്താൻ പറ്റാതെ വരും. ഡോക്ടർക്ക് ദേഷ്യം വന്നു. ഡോക്ടർ മരുന്ന് എഴുതി. ജീവിതകാലം മുഴുവൻ കഴിക്കാനുള്ള മരുന്ന് എന്റെ ചീട്ടിനടിയിൽ എഴുതി. എന്നിട്ട് അതിനടിയിൽ ക്യാപിറ്റൽ ലെറ്റർ എഴുതി ഡു നോട്ട് ഡ്രൈവ്. ഇനി മേലെ വണ്ടി ഓടിച്ചേക്കരുത്. ഇന്ന് തന്നെ ലൈസൻസ് കൊണ്ട് സറണ്ടർ ചെയ്യണമെന്ന് പറഞ്ഞു. എനിക്ക് അതങ്ങ് സഹിക്കാൻ പറ്റിയില്ല. മരുന്ന് കഴിക്കാൻ പറഞ്ഞത് കുഴപ്പമില്ലായിരുന്നു. ഞാൻ കഴിച്ചേനെ, ജീവിതകാലം മുഴുവൻ കഴിച്ചേനെ. അതിന് ഞാൻ റെഡിയായിരുന്നു. പക്ഷെ വണ്ടി ഓടിക്കരുത് പറഞ്ഞത് എനിക്കങ്ങ് സഹിക്കാൻ പറ്റിയില്ല. ഞാൻ ആ ഡോക്ടർ മുറിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ, കോട്ടയം മെഡിക്കൽ കോളേജിൽ ഡോക്ടർ മുറിയിൽ നിങ്ങോട്ട് ഇറങ്ങിയപ്പോൾ ഞാൻ ആ ചീട്ടയിലോട്ട് കൈവച്ചിട്ട് ഞാൻ യേശുവിന്റെ നാമത്തിൽ കർത്താവേ ഡോക്ടർ എഴുതിയെ ഞാൻ ക്യാൻസൽ ചെയ്യുക എന്ന് പറഞ്ഞു. ഞാൻ തിരിച്ച് വീട്ടിൽ വന്നു. ബാക്കി 1 മാസത്തെ മരുന്ന് എന്റെ വീട്ടിൽ ഇരിപ്പുണ്ടായിരുന്നു. ആ മരുന്നെടുത്ത് പൊട്ടക്കെട്ടിലേക്ക് ഇട്ടു. അതിനുശേഷം ഇന്ന് വരെ ഞാൻ മരുന്ന് കഴിച്ചിട്ടില്ല. ആ മരുന്ന് കഴിക്കേണ്ടി വന്നിട്ടില്ല. മാത്രമല്ല 2014 ശേഷം ഇന്ന് വരെ ഞാൻ ഏകദേശം 4 ലക്ഷം കിലോമീറ്റർ അധികം വണ്ടി ഓടിച്ചു. ഒരു കുഴപ്പമില്ല. കർത്താവ് എന്നെ സൗഖ്യമാക്കി. പ്രിയമുള്ളവരെ, ഞങ്ങൾ വിളിച്ചു പറയുന്നത് കഥയല്ല. ഞങ്ങൾ കഥ പറയാൻ വന്നവരല്ല. ഞങ്ങൾ വിളിച്ചു പറയുന്നത് ജീവിതത്തിന്റെ പച്ചയായ യാഥാർത്ഥ്യങ്ങളാണ് വിളിച്ചു പറയുന്നത്. യേശു ഇന്നും ജീവനോടുണ്ട്. എന്തിനു വേണ്ടി ജീവനോടുണ്ട്? എന്നെ വിടുവിക്കാൻ, നിങ്ങളെ വിടുവിക്കാൻ. എന്റെ ശബ്ദപരിധിയിൽ എന്നെ കേൾക്കുന്ന നിങ്ങൾ ആരായിരുന്നാലും, നിങ്ങളുടെ പേരെന്തായിരുന്നാലും, നിങ്ങൾ ഏത് വിഭാഗത്തിൽപ്പെട്ടയാളായിരുന്നാലും യേശുവിന് നിങ്ങളുടെ പേരറിയണ്ട, യേശുവിന് നിങ്ങളുടെ വിഭാഗം അറിയണ്ട. യേശു കർത്താവ്, യേശുവേ നീ എന്റെ കർത്താവ്. ഇവര് പറയുന്നത് സത്യമാണെങ്കിൽ എന്നെ ഒന്ന് സൗഖ്യമാക്കണമേ, എന്നെ ഒന്ന് വിടുവിക്കണമെന്ന് പറഞ്ഞാൽ യേശു കർത്താവ് സൗഖ്യമാക്കും. ഭർത്താവിന്റെ മദ്യപാനം മാറും. കുഞ്ഞുങ്ങളുടെ വഴിവിട്ട ജീവിതം അത് നിൽക്കും. നിങ്ങളുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടും. സാമ്പത്തിക തകർച്ചകൾ യേശു കർത്താവ് മാറ്റും. ഞാൻ പറയട്ടെ, 40 വർഷം മുമ്പ് യേശുവിനെ അറിയുമ്പോൾ എന്റെ വീട്ടിൽ കഞ്ഞിക്ക് വകയില്ലായിരുന്നു. കഞ്ഞിക്ക് വകയില്ലായിരുന്നു പറഞ്ഞാൽ ഞങ്ങൾക്ക് 4 ഏക്കർ സ്ഥലമുണ്ട്, 3-4 ഏക്കർ സ്ഥലമുണ്ട്, ഇഷ്ടംപോലെ കുരുമുളകുണ്ട്. 16 കിൻഡൽ കുരുമുളക്, ഉണങ്ങിയ കുരുമുളക് 16 കിൻഡൽ എല്ലാ വർഷവും കിട്ടുമായിരുന്നു. കാപ്പിക്കുരു, കാപ്പിക്കുരു, കൊക്കോ, കമുങ്ങ് എന്ന് വേണ്ട എല്ലാ കൃഷികളും ഉണ്ടായിരുന്നു. പക്ഷേ വീട്ടിൽ അരി മേടിക്കാൻ വകയുണ്ടായിരുന്നില്ല. ഇത് പോരാത്തതിന് എന്റെ അപ്പനും അമ്മയും കൂലിപ്പണിക്ക് പോകും. അപ്പം പോകുന്നത് തമരടിക്കുക, കൂടവടിക്കുക, മരം വെട്ടുക. ഈ 3 പണിയിൽ എന്റെ അപ്പനെ വെല്ലാൻ ഞങ്ങളുടെ നാട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല. അത്ര നന്നായി ചെയ്യും. അങ്ങനെയായിരുന്നു എന്റെ അപ്പൻ. അമ്മ പോകുന്നത് മണ്ണി ചുമക്കാനും കല്ല് ചുമക്കാനുമാ. എന്റെ അമ്മ കല്ല് ചുമക്കാനും മണ്ണി ചുമക്കാനും പോകുമ്പോ പ്രിയമുള്ളവരെ, എന്റെ അമ്മ ആരായിരുന്നു അറിയാവോ? എന്റെ അമ്മേനെ കൊണ്ട് എന്റെ അപ്പനെ ചെയ്യിക്കുന്നതാ. എന്നെ കാര്യം അറിയാവോ? എന്റെ അമ്മയുടെ വീട്ടുകാരാ ഇന്നും ആ അമ്മയുടെ നാട്ടിൽ, കാസർഗോഡ്, ആ നാട്ടിലെ ഏറ്റവും വലിയ പണക്കാര് എന്റെ അമ്മയുടെ ആൾക്കാരാ. അങ്ങനെ സമ്പത്തുള്ള വീട്ടിൽ നിന്നാ എന്റെ അമ്മ വന്നത്. പക്ഷെ എന്റെ അമ്മയുടെ നിറുകം തലയിൽ മുടിയില്ല. എന്നെ കാര്യം അറിയാവോ? കല്ല് ചുമന്നതാ, മണ്ണ് ചുമന്നതാ ഞങ്ങളെ വളർത്താൻ വേണ്ടി. പക്ഷെ ഞങ്ങളുടെ വീട്ടിൽ അരിയില്ലായിരുന്നു, അരിക്ക് വകയുണ്ടായിരുന്നില്ല. യൂണിഫോം ഇട്ടോണ്ട് സ്കൂളിൽ പോയിട്ടില്ല. അങ്ങനെ സ്കൂളിൽ പോകാൻ പറ്റിയിട്ടില്ല. സ്കൂളിൽ ഫീസ് കൊടുത്തിട്ടില്ല. ഞാൻ ഓർപ്പിക്കട്ടെ, ഞാൻ 4-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ
ഫീസ് കൊടുത്താ പഠിക്കേണ്ടത്. ഫീസ് കൊടുക്കാൻ പൈസ ഇല്ലാത്തത് കൊണ്ട് 2-3 മാസം ഫീസ് കൊടുക്കാത്തത് കൊണ്ട് എന്നെ ഇറക്കി വിട്ടു. വീട്ടിൽ നിന്ന് സ്കൂളിൽ നിന്ന് ഇറക്കി വിട്ടു. ഞാൻ നേരത്തെ വീട്ടിൽ ചെന്നപ്പോ എന്റെ അപ്പൻ ചോദിച്ചു, എന്നെ നേരത്തെ വന്നെന്ന് ചോദിച്ചു, രക്ഷിക്കപ്പെടുന്ന യേശുവിനെ അറിയുന്നതിന് മുമ്പ്. അപ്പോ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഇറക്കി വിട്ടാന്ന് പറഞ്ഞു. അപ്പോഴേ അപ്പൻ ഡ്രസ്സ് മാറി ടൗണിലേക്ക് പോകുന്നുണ്ട്. ടൗണിന്റെ നടുക്ക് വെച്ച് സ്കൂളിന്റെ ഹെഡ് മാസ്റ്ററെ കഴുത്തിന് പിടിച്ചു പൊക്കി. എന്നിട്ട് ചോദിച്ചു, ആണ്ടുമാലി ബേബിയുടെ മോനെ ഇറക്കി വിടാറായോടാന്ന് ചോദിച്ചു. പ്രിയമുള്ളവരെ, അതിനുശേഷം എന്നോട് സാർ ഇതുവരെ ഫീസ് ചോദിച്ചിട്ടില്ല. ഹല്ലേലൂയ. അതായിരുന്നു എന്റെ അപ്പൻ. എന്റെ അപ്പൻ വീട് പണിയുന്ന സമയത്ത്, വീട് പണിയുമ്പോ ഒരു പ്രാവശ്യം വീട് പണിയാൻ തീരുമാനിച്ചപ്പോ സർക്കാർ നമ്പറിട്ട്, ഫോറസ്റ്റ് നമ്പറിട്ട് ഒരു തടി വെട്ടി അറുത്തു. അറപ്പുകാരോട് അറക്കാൻ പറഞ്ഞു. അവർ അറുത്തോണ്ടിരിക്കുമ്പോ ഫോറസ്റ്റുകാർ വന്ന് ചോദിച്ചു, ആരാ തടി വെട്ടിയെന്ന് ചോദിച്ചു. പറഞ്ഞു, ബേബിച്ചേട്ടനെ തടി വെട്ടിയെന്ന് പറഞ്ഞു. ഉടനെ അവര് പറഞ്ഞു, ബേബിച്ചേട്ടൻ പറഞ്ഞേരെ സർക്കാരിന്റെ തടിയെ തൊട്ടാൽ അറസ്റ്റ് ചെയ്യുന്നു പറഞ്ഞേക്കാൻ പറഞ്ഞു. അപ്പൻ അത് അറിഞ്ഞ ഉടനെ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസറുടെ അടുത്തോട്ട് പോയി. റേഞ്ച് ഓഫീസറുടെ അടുത്ത് ഓഫീസിൽ ചെന്ന് അദ്ദേഹത്തെ ചീത്ത വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ തടി വെട്ടാൻ പോകുക, നമ്പറിട്ട് തടി വെട്ടാൻ പോകുക, അറസ്റ്റ് ചെയ്യാൻ പോരാൻ പറഞ്ഞു. അവിടുന്ന് 7 കിലോമീറ്റർ നടന്ന് എന്റെ അപ്പൻ മരിയാപുരം എന്ന് പറഞ്ഞ സ്ഥലത്തെത്തുമ്പോ അതിനു മുമ്പ് അവരവിടെ ജീപ്പുമായിട്ട് അവർ വന്നു. അവർ വന്നേച്ച് എന്റെ അപ്പനോട് പറഞ്ഞു, എന്റെ പൊന്നു ബേബി, ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട, ബേബിക്ക് ആവശ്യമുള്ള തടി വെട്ടിക്കോ, ഞങ്ങളോട് വഴക്കിന് വരാതിരുന്നാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ പറയട്ടെ, എക്സൈസുകാർക്കോ ഫോറസ്റ്റുകാർക്കോ പോലീസുകാർക്കോ വകവരുത്താൻ കഴിയാത്ത, ഒരു മനുഷ്യനാക്കാൻ കഴിയാത്ത മനുഷ്യനെ ഒറ്റ രാത്രി കൊണ്ട്, ഒറ്റ നിമിഷം കൊണ്ട് മനുഷ്യനാക്കി മാറ്റിയ യേശുവിനെയാ ഞങ്ങൾ വിളിച്ചു പറയുന്നത്. ആ യേശു ഇന്നും അത്ഭുതം ചെയ്യുന്ന കർത്താവ്, ആ യേശു ഇന്നും വിടുവിക്കുന്ന കർത്താവ്. പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങളോട് പറയാം, ആ യേശു കർത്താവിനെ അപ്പൻ അറിഞ്ഞു. ആ യേശുവിനെ അറിഞ്ഞതുകൊണ്ട് ഇന്ന് ഞാൻ ഇവിടെ ജീവനോടുള്ളത്. അതുകൊണ്ടാ ഞങ്ങൾ യേശുവിനെ വിളിച്ചു പറയുന്നത്. പ്രിയമുള്ളവരെ, ഈ യേശു മതം മാറ്റുന്ന യേശു അല്ല. ഈ യേശു ആരുടെ പേര് മാറ്റുന്ന യേശു അല്ല. ഈ യേശു മനുഷ്യനെ മനുഷ്യനാക്കുന്ന യേശുവാ. ഈ യേശു ജീവിതത്തിൽ ഭർത്താക്കന്മാരെ നല്ല ഭർത്താക്കന്മാരാക്കുന്ന ഒരു യേശുവാ ഞങ്ങൾ വിളിച്ചു പറയുന്ന യേശു. ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങളുടെ തകർന്ന അവസ്ഥ ഏതായിരുന്നാലും, നിങ്ങളുടെ ജീവിതത്തിന്റെ ഏത് മേഖലയിലാണ് തകർന്നിരിക്കുന്നതെങ്കിലും, യേശുവേ എന്റെ ഹൃദയത്തിലേക്കൊന്ന് വരണമേ, യേശുവേ എന്റെ ഭവനത്തിലേക്കൊന്ന് വരണമെന്ന് പറഞ്ഞാൽ യേശു കർത്താവ് പറഞ്ഞു, ഞാൻ വന്നിരിക്കുന്നത് ജീവനുണ്ടാകാനും സമർത്ഥമായ ജീവനുണ്ടാകാനും. ആ യേശു ഇന്ന് രാത്രി ചില പ്രിയപ്പെട്ടവരെ വിടുവിക്കാൻ പോവുക. ആരാണോ യേശുവേ എന്റെ ഹൃദയത്തിലേക്ക് വരണമെന്ന് പറയുന്നത്, ഇവിടെ വരണ്ട, നിങ്ങൾ ഇരിക്കുന്നിടത്തിരുന്ന്, നിങ്ങളുടെ വീട്ടിലിരുന്ന് യേശുവേ എന്റെ ഹൃദയത്തിലേക്ക് വരണമെന്നൊന്ന് ഒരു നിമിഷം നിങ്ങളൊന്ന് പറയാമോ? ആത്മാർത്ഥമായി ഹൃദയത്തിൽ നിന്ന് ഒരു നിമിഷം ആ യേശുവിനെ വിളിക്കാമോ? നിങ്ങളുടെ ജീവിതം മാറും. രാത്രി പകലാകുന്നത് പോലെ നിങ്ങളുടെ ജീവിതത്തെ മാറ്റാൻ കഴിയുന്ന, ആ ജീവൻ ഉണ്ടാകാൻ വന്ന, സമർത്ഥമായ ജീവൻ നമുക്ക് തരാൻ വന്ന ആ യേശു കർത്താവ് ഇന്ന് വൈകുന്നേരം, ഇന്ന് രാത്രി നിങ്ങളെ വിളിക്കുന്നു, നിങ്ങളെ സ്നേഹിക്കുന്നു. ആ യേശുവിന്റെ അടുത്തേക്ക് നിങ്ങളുടെ ഹൃദയം തുറന്നു കൊടുക്കാമോ? ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു നിമിഷം പ്രാർത്ഥിക്കാൻ. പ്രിയമുള്ളവരെ, ആർക്കാണോ ഈ യേശുവിന് വേണ്ടത്? ഞാൻ ആദ്യം ഓർപ്പിച്ചതുപോലെ ഞാൻ വീണ്ടും പറയാം, ഞങ്ങൾ ആരും ഈ യേശുവിനെ തേടി പോയതല്ല. എന്റെ അപ്പൻ പ്രാർത്ഥനക്കാരെ ഓടിക്കാൻ പോയതാ. അന്ന് രാത്രിയാ ഈ യേശുവിന്റെ സ്നേഹം അറിഞ്ഞത്. ഇവിടെ സാക്ഷ്യം പറഞ്ഞവരാരും പ്രാർത്ഥനയ്ക്ക് പോകാൻ ആഗ്രഹിച്ചവരല്ല. ഹൃദയത്തിലേക്ക് യേശുവേ അങ്ങൊന്ന് വരണമെന്ന് പറയാമോ? യേശുവിന്റെ കർത്താവ് എന്നൊന്ന് പറഞ്ഞാൽ, യേശുവിന്റെ കർത്താവ് നിങ്ങൾ ഹൃദയം കൊണ്ടൊന്ന് വിശ്വസിച്ചാൽ, അത് വാങ്ങുകൊണ്ട് നേറ്റി പറഞ്ഞാൽ വേറെ ഒന്നും ചെയ്യണ്ട. നിങ്ങളുടെ അവസ്ഥ മാറും, സാഹചര്യങ്ങൾ മാറും. നിങ്ങൾ പല ഹോസ്പിറ്റലിൽ പോയിട്ടും രക്ഷപ്പെടാത്ത പ്രിയപ്പെട്ടവരോട് ഞാൻ വീണ്ടും പറയാം, നിങ്ങളെ യേശു സ്നേഹിക്കുന്നു. കടഭാരം കാരണം കിടന്നുറങ്ങാൻ കഴിയാത്ത നിങ്ങളെ യേശു കർത്താവ് ഇന്ന് രാത്രി വിടുവിക്കാൻ ആഗ്രഹിക്കുന്നു. യേശു കർത്താവ് നിങ്ങളെ വിടുവിക്കും. കുടുംബ തകർച്ച എത്ര നോക്കിയിട്ടും സമാധാനമില്ലാത്ത ജീവിതം അനുഭവിക്കുന്ന പ്രിയമുള്ളവരെ, എന്റെ കുടുംബത്തെ സമാധാനമുള്ള ഒരു കുടുംബമാക്കി മാറ്റി യേശു. 40 വർഷം മുമ്പ് ഈ യേശുവിനെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുന്നതിന് മുമ്പ് എന്റെ കുടുംബം നരകമായിരുന്നു. എന്നാൽ 40 വർഷമായി യേശുവിനെ സ്വീകരിച്ചു കഴിഞ്ഞപ്പോ പ്രിയമുള്ളവരെ, ഞങ്ങളുടെ കുടുംബം ഒരു സ്വർഗ്ഗമായി. ഞാൻ നേരത്തെ നിങ്ങൾ പറഞ്ഞല്ലോ, എന്റെ അമ്മയുടെ കൂടെ എന്റെ അപ്പൻ എങ്ങും പോകത്തില്ല, എങ്ങും പോകുകയില്ല, കല്യാണത്തിന് പോകുകയില്ല, മരിച്ചുവീട്ടിൽ പോകുകയില്ല, എങ്ങും പോകുകയില്ല എന്ന് പറഞ്ഞില്ലേ? എന്നാൽ സാഹചര്യം മാറി. 40 വർഷം മുമ്പ് യേശുവിനെ എന്റെ അപ്പൻ യേശുവിനെ സ്വീകരിച്ചപ്പോ എന്താ സംഭവിച്ചതെന്ന് ഞാൻ പറയട്ടെ പ്രിയമുള്ളവരെ. 40 വർഷത്തിന് ശേഷം, യേശുവിനെ അറിഞ്ഞതിന് ശേഷം എന്റെ അമ്മയില്ലാതെ എന്റെ അപ്പൻ എങ്ങും പോയിട്ടില്ല. മരിക്കുന്നത് വരെ എന്റെ അമ്മയില്ലാതെ അപ്പൻ എങ്ങും പോകുകയില്ല. എന്റെ അമ്മയുടെ കൂടെ എങ്ങും പോയിട്ടില്ല ഞാൻ പറഞ്ഞില്ലേ? എന്നാൽ 8 വർഷം മുമ്പ് എന്റെ അപ്പൻ എന്റെ അമ്മേനെയും കൊണ്ട് പഞ്ചാബ്, ഹരിയാന, ഡൽഹി, രാജസ്ഥാൻ
മധ്യപ്രദേശ്, ബോംബെ, മദ്രാസ്, അങ്ങനെ എന്ന് വേണ്ട ഇന്ത്യയുടെ മുഴുവൻ സ്ഥലങ്ങളും എന്റെ അമ്മയെ കൊണ്ട് എന്റെ അപ്പൻ കാണിച്ചു. എന്റെ അമ്മയ്ക്ക് സൗന്ദര്യം കൂടിയിട്ടല്ല, എന്റെ അപ്പന്റെ ഹൃദയത്തിൽ യേശു വന്നിട്ടാ. ആ യേശു ഇന്ന് രാത്രി നിങ്ങളെ വിടുവിക്കും. ആ യേശു ഇന്ന് രാത്രി നിങ്ങളെ വിടുവിക്കാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പ്രിയ പിതാവേ, ഞങ്ങളെ സ്നേഹിക്കുന്ന, ഞങ്ങളെ വിടുവിക്കുന്ന, ഞങ്ങളെ കർത്താവേ മനുഷ്യരാക്കി മാറ്റിയ യേശുവേ, ഇന്ന് ഞങ്ങളുടെ ശബ്ദം കേൾക്കുന്ന ഈ കർത്താവേ ദേശനിവാസികളെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. കർത്താവേ, ഈ ഞങ്ങൾ വിളിച്ചു പറഞ്ഞ യേശുവിന്റെ സ്നേഹം കർത്താവ് അവരുടെ ഹൃദയങ്ങളിൽ ചെല്ലട്ടെ, അവരുടെ ഹൃദയങ്ങളിൽ എത്തട്ടെ, അവരുടെ ഭവനങ്ങളിൽ എത്തട്ടെ, അവർ വിടുവിക്കപ്പെടട്ടെ. തകർന്ന ജീവിതം യേശുവിന്റെ നാമത്തിൽ പുനഃപ്പണിയപ്പെടട്ടെ. കർത്താവേ, യേശുവിന്റെ നാമത്തിൽ കുടുംബ ബന്ധങ്ങൾ തകർന്ന് പിരിയാൻ ആഗ്രഹിക്കുന്ന ചില കുടുംബങ്ങൾ ഇന്ന് രാത്രി യേശുവിനെ ഹൃദയത്തിലേക്ക് സ്വീകരിച്ച് ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിക്കുന്ന കാണാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ആ കുടുംബങ്ങളിൽ സമാധാനം ഉണ്ടാകട്ടെ. സാമ്പത്തിക തകർച്ചകൾ, പിശാച് കൊണ്ടിരുന്ന സാമ്പത്തിക തകർച്ചകൾ, പിശാച് കൊണ്ടിരുന്ന കുടുംബ തകർച്ചകൾ, പിശാച് കൊണ്ടിരുന്ന രോഗങ്ങൾ, ഒന്നിനു പുറകെ ഒന്നായി വരുന്ന രോഗങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ക്യാൻസൽ ചെയ്യുന്നു, സൗഖ്യമാക്കുന്നു, സൗഖ്യമാകാൻ കൽപ്പിക്കുന്നു. ഈ ശബ്ദപരിധിയിൽ ഞങ്ങളെ കേൾക്കുന്ന രോഗികൾ ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ നിങ്ങൾ കൽപ്പിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ സൗഖ്യമുണ്ടാകട്ടെ. യേശുവിന്റെ നാമത്തിൽ പരിശുദ്ധാത്മാവ് പറയാ, ചില ആഹാരങ്ങൾ കഴിക്കാൻ വയ്യാതെ വയറ്റിൽ പ്രതിസന്ധി അനുഭവിക്കുന്ന, ചില ആഹാരം കഴിക്കുമ്പോൾ ആ പ്രയാസം ഉണ്ടാകുന്ന ആരോ എന്നെ കേൾക്കുന്നുണ്ട്. യേശു കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ യേശു കർത്താവ് നിങ്ങളെ സൗഖ്യമാക്കുന്നു. നിങ്ങൾക്ക് ധൈര്യമായി നിങ്ങൾക്ക് കഴിക്കാൻ മേലാത്തത് കഴിക്കാം. യേശു കർത്താവിന്റെ കരം നിങ്ങളെ തൊടുന്നുണ്ട്. പ്രിയമുള്ളവരെ, കർത്താവേ, ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ ആ കുടുംബങ്ങളെ അനുഗ്രഹിക്കുന്നു. കർത്താവേ, ഈ ചുറ്റുപാടുള്ള എല്ലാ കുടുംബങ്ങളെയും ഞങ്ങൾ യേശുവിനെ അനുഗ്രഹിക്കുന്നു. കർത്താവ് വന്നത് ഭൂമിയിൽ ഞങ്ങൾക്ക് സമാധാനം തരാനാണല്ലോ. കർത്താവ് ഞങ്ങൾക്ക് ഈ ഭൂമിയിലേക്ക് വന്നത് ഞങ്ങൾക്ക് സമാധാനമുള്ള ജീവിതം തരാനാണല്ലോ, സ്വസ്ഥത തരാനാണല്ലോ. ആ സ്വസ്ഥത ഈ ദേശത്തിന് മേൽ വ്യാപരിക്കട്ടെ. ആ സ്വസ്ഥത ഇവിടെ അനുഭവിക്കട്ടെ. അത്ഭുതമാകട്ടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് അങ്ങനെ ചെയ്യുന്നതോട് ഞങ്ങൾ നന്ദി പറയുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ.